ഹലോ മക്കളെ, NIS സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കുന്നത് സോഷ്യോളജി മൊഡ്യൂൾ 4 ചാപ്റ്റർ 29 മേജർ സോഷ്യൽ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ പ്രധാന സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ നമ്മൾ MCQയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. നെയിം ദ സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് ലിറ്ററസി, ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം ഏത് എന്നാണ് ക്വസ്റ്റ്യന്. കേരളം. ഇനി നെക്സ്റ്റ് നോക്കുക. ഡിഫൈൻ ഇല്ലിറ്ററസി, എന്താണ് നിരക്ഷരത? എഴുതാനും വായിക്കാനും അറിയാത്ത അവസ്ഥയാണ് നിരക്ഷരത എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് ഇല്ലിറ്ററസി, നിരക്ഷരതയുടെ കാരണങ്ങൾ വിവരിക്കുക. 1. ജനസംഖ്യാ നിരക്കിൽ ഉള്ള വളർച്ചയെ അപേക്ഷിച്ച് സാക്ഷരത നേടുന്ന ജനങ്ങളുടെ നിരക്കിലുള്ള താഴ്ച. 2. വിദ്യാർത്ഥികളെ ചേർക്കുന്നതിലും അവരെ പഠനം ഉപേക്ഷിച്ച് പോകാതെ നിലനിർത്തുന്നതിലും പ്രാഥമിക വിദ്യാലയങ്ങൾക്കുള്ള വീഴ്ച. 3. നവസാക്ഷരർക്കുള്ള തുടർ വിദ്യാഭ്യാസ പരിപാടികളുടെ പരാജയം. 4. ഇന്ത്യയിൽ നടപ്പാക്കിയ സാക്ഷരതാ പരിപാടിയുടെ പരാജയം. 5. ഉയർന്ന ദാരിദ്ര്യനില. ഇതൊക്കെയാണ് എന്തിന് കാരണമാകുന്നത്? ഇലിറ്ററസി അഥവാ നിരക്ഷരതയ്ക്ക് കാരണമാകുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ പോവർട്ടിയാണ്. എന്താണ് ദാരിദ്ര്യം? അപ്പോൾ വരുമാനത്തിലെ കുറവ് കൊണ്ടോ വിവേകശൂന്യമായ ചിലവാക്കൽ കൊണ്ടോ ഒരാൾക്ക് തൻ്റെ കായികവും മാനസികവുമായ ശേഷി നിലനിർത്താനും തനിക്കും തൻ്റെ സ്വാഭാവിക ആശ്രിതർക്കും സമൂഹത്തിൻ്റെ നിലവാരം അനുസരിച്ച് പ്രയോജനകരമായി പ്രവർത്തിക്കാൻ ആവശ്യമായ ഉയർന്നൊരു ജീവിതത്തോത് പുലർത്താൻ സാധിക്കാത്തതാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. നല്ല ഡെഫിനിഷനാണ് കേട്ടോ. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ തന്നെ ആശ്രയിക്കുന്ന വിഭാഗങ്ങൾക്കോ നല്ല ഉയർന്ന സമൂഹത്തിൽ നല്ല തോതിലുള്ളൊരു ജീവിതം നൽകാൻ കഴിയാത്തൊരവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഇനി എക്സ്പ്ലെയിൻ ദ കോസ്റ്റ് ഓഫ് പോവർട്ടി, നമ്മൾ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ? ഫസ്റ്റ് 1, മനുഷ്യ മൂലധനത്തിൻ്റെ അപര്യാപ്തത. അപ്പോൾ വേണ്ടത്ര വൈദഗ്ധ്യമോ കഴിവോ ഇല്ലാത്തതിനാൽ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള തൊഴിലുകളൊന്നും ലഭ്യമാകുന്നില്ല. ജന്മസിദ്ധികൾക്കോ സ്വാഭാവികമായ കഴിവുകൾക്കോ ഉപരിയായി പരിശീലനമാണ് വിദഗ്ധമായ തൊഴിലാളിയെ സൃഷ്ടിക്കുന്നത്. അപ്പം മനുഷ്യ മൂലധനത്തിൻ്റെ അപര്യാപ്തത കാരണമാകുന്നു. 2 അല്പമാത്രമായ വികസനം. അല്പമാത്രമായ വികസനം മൂലം മൊത്തം ദേശീയ വരുമാനം താഴുകയോ ഇത് ഉപഭോഗത്തെ പരിമിതപ്പെടുത്തുകയും ചെയ്തു. ഇനി 3ാമത്തെ പോയിന്റ് അസമത്വം. ദേശീയ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം ജനസംഖ്യയിൽ 5% മുതൽ 10% വരെ മുന്തിയ വിഭാഗം കൈക്കലാക്കുമ്പോൾ തുച്ഛമായ വരുമാനം മാത്രമാണ് ഭൂരിഭാഗം വരുന്ന സാധാരണക്കാർക്ക് ലഭ്യമാകുന്നത്. ഇനി 4ാമത്തെ പോയിന്റ് പറയുന്നത് മൂലധനത്തിൻ്റെ അപര്യാപ്തത. മൂലധനത്തിൻ്റെ അഭാവം വ്യാവസായിക വളർച്ച തടയുകയും കയറ്റുമതിയുടെ വളർച്ച മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് പറയാം. കൂടിയ നിരക്കിലുള്ള തൊഴിലില്ലായ്മയും വേണ്ടത്ര തൊഴിലില്ലായ്മയും. അപ്പോൾ തൊഴിലില്ലായ്മയും വേണ്ടത്ര കൂലിയില്ലായ്മയോ വരുമാനം കുറക്കുന്നത് മൂലം അയാൾക്ക് അടിസ്ഥാന ജീവിതാവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ വരുന്നു. ഇനി അടുത്തതാണ് നാണയപ്പെരുപ്പം. അപ്പോൾ തുടർച്ചയായി സാധനങ്ങൾ വില വർദ്ധിക്കുന്നത് ദാരിദ്ര്യത്തിൻ്റെ മറ്റൊരു കാരണമാണ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ജനസംഖ്യാ വളർച്ചാ നിരക്കിലെ വർധനവ്. ജനസംഖ്യ വർധന ദാരിദ്ര്യത്തിന് ഒരു പ്രധാന കാരണമാണ് അല്ലേ. പിന്നെ നമുക്ക് അതിൽ സാമൂഹ്യ ഘടകങ്ങളാണ് അടുത്ത പോയിന്റായിട്ട് പറയുന്നത്. കൂട്ടുകുടുംബ രീതി, ജാതി സമ്പ്രദായം, മതവിശ്വാസങ്ങൾ എന്നിവയും ദാരിദ്ര്യത്തിന് കാരണമാകുന്നു. പിന്നെ യുദ്ധങ്ങളും യുദ്ധഭീഷണിയും. വികസനത്തിന് പകരം പ്രതിരോധത്തിനായി വലിയ തുക ചെലവഴിക്കാൻ രാജ്യത്തെ നിർബന്ധമാക്കുന്നു. ഇതും ദാരിദ്ര്യത്തിന് കാരണമാകുന്നു കേട്ടോ. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9 പോയിൻ്റാണ് നമ്മൾ കോസസ് ഓഫ് പോവർട്ടി ആയിട്ട് പറഞ്ഞത്. ഇനി വാട്ട് ആർ ദ കോസസ് ഓഫ് എ കറപ്ഷൻ. അപ്പോൾ അഴിമതിയുടെ കാരണങ്ങൾ എന്താണെന്നാണ് ക്വസ്റ്റ്യന്. സമൂഹത്തിൽ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പദവി ഉയർത്തുന്നതും ആർഭാട ജീവിതം നയിക്കുന്നതും പുതിയ വീട് എടുക്കുന്നതും തുടങ്ങി നിരവധി കാരണങ്ങൾ അഴിമതിക്ക് കാരണമാകുന്നു. കുട്ടികളെ ഉയർന്ന നിലയിൽ പഠിപ്പിക്കാനും സമ്പത്ത് വീണ്ടും വീണ്ടും നേടാനോ വിരൽ കവിഞ്ഞ സമ്പത്ത് സമ്പാദിക്കുവാനുമായി ആളുകൾ അഴിമതി നടത്തുന്നു കേട്ടോ. ഇതാണ് അഴിമതിക്കുള്ള കാരണം പറയുന്നത്. അപ്പോൾ നല്ല തോതിൽ ജീവിക്കാനുള്ള അല്ലെങ്കിൽ ആർഭാടപൂർവ്വം ജീവിക്കാനുള്ള മനുഷ്യൻ്റെ അത്യാഗ്രഹമാണ് കറപ്ഷനിലേക്ക് വഴിവെക്കുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മീൻ ബൈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ? ജനസംഖ്യാ വിസ്ഫോടനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? 1961 മുതൽ ഇന്ത്യയിലെ ജനസംഖ്യ ഭീമമായ തോതിൽ വർദ്ധിക്കാൻ തുടങ്ങി. ജനസംഖ്യ പെട്ടെന്നോ വൻതോതിൽ വർദ്ധിച്ചതെന്തിനിതോ ജനസംഖ്യാ വിസ്ഫോടനത്തിന് കാരണമായി.
അപ്പോൾ ജനസംഖ്യ വിസ്ഫോടനം എന്ന് പറഞ്ഞാൽ വൻതോതിൽ ജനസംഖ്യ വർദ്ധിക്കുന്നതിനെയാണ് കേട്ടോ. ഇന്ന് ഇന്ത്യയിലെ ജനസംഖ്യ 134.33 കോടിയാണ്. ഇന്ത്യയിലെ ജനസംഖ്യാ വർധനവിന് 49% ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ 4 സംസ്ഥാനങ്ങളിലാണ്. 2035 ഇന്ത്യ ചൈനയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറും. ഇന്നത്തെ തോതിൽ ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിന് ജീവിതം ദുസ്സഹമാവും കേട്ടോ. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് നമ്മൾ ഇതിൽ മേജർ പ്രോബ്ലംസ് എന്തൊക്കെയാണ് പറഞ്ഞത്. 1 നിരക്ഷരത പറഞ്ഞു, 2 നമ്മൾ പറഞ്ഞു പോവർട്ടി പറഞ്ഞു, 3 നമ്മൾ കറപ്ഷൻ പറഞ്ഞു, 4 നമ്മൾ പറഞ്ഞ ജനസംഖ്യ എക്സ്പ്ലോഷനാണ് കേട്ടോ. ജനസംഖ്യ വിസ്ഫോടനവും മേജർ സോഷ്യൽ പ്രോബ്ലമായിട്ട് അല്ലേ, സോഷ്യൽ പ്രോബ്ലമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്കിതിലെടുക്കാനുള്ളത് 20, 30, 31 ചാപ്റ്ററായിട്ടാണ്. നമുക്ക് 29 കഴിഞ്ഞു. ഇനി അതിൽ നമുക്ക് മൊഡ്യൂൾ ഫസ്റ്റ് മാത്രമേ ടീച്ചർ കവർ ചെയ്യുന്നുള്ളൂ. ഇനി 30, 31 നമുക്ക് മൊഡ്യൂൾ 4 എടുക്കാനുണ്ട്. പിന്നെ ഓപ്ഷൻ മൊഡ്യൂളിൽ നമുക്ക് 2 ചാപ്റ്ററാണ് കവർ ചെയ്യാനുള്ളത്. എന്നാൽ സോഷ്യോളജി ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.